ഏറെക്കുറെ പ്രവചനാത്മകമായ ഒരു ബാലൻഡിയോർ പ്രഖ്യാപനമായിരുന്നു ഇത്തവണത്തേത്. കഴിഞ്ഞ തവണത്തെ പോലെ റോഡ്രി വിനീഷ്യസ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇത്തവണയില്ല. അതുകൊണ്ട് തന്നെ അന്ന് പൊട്ടിപ്പുറപ്പെട്ട വിവാദം പോലെ ഒന്നിനും ഇത്തവണ സാധ്യതയില്ല. സീസണിന്റെ ഒട്ടുമുക്കാലും വരെ യമാൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നതാണ്. വെറും 17 വയസ്സിൽ ഈ പുരസ്കാരം കയ്യിലെടുക്കാൻ തയ്യാറായതുമാണ്. അങ്ങനെയെങ്കിൽ 21-ാം വയസ്സിൽ ഈ പുരസ്കാരം നേടിയ റൊണാൾഡോ നസാരിയോയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും മറികടക്കാൻ യമാലിന് കഴിയുമായിരുന്നു. എന്നാൽ അവസാന ലാപ്പിൽ ഡെംബലെ നടത്തിയ ഒറ്റ കുതിപ്പിൽ PSG-ക്ക് കിട്ടാക്കനിയായിരുന്ന ചാമ്പ്യൻസ് ലീഗ് കൂടി കൂടെ പോന്നപ്പോൾ മറ്റു ചോദ്യങ്ങൾ അപ്രസക്തമായി. എങ്കിലും വെറും 17 വയസ്സിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മൂല്യമേറിയ വ്യക്തിഗത പുരസ്കാര പോരിൽ രണ്ടാമനാവാനായി എന്നത് വലിയ നേട്ടം തന്നെ. വരാനിരിക്കുന്ന സീസണുകളിലൊന്നിൽ ഉടനെ തന്നെ യമാൽ ആ സ്വർണ്ണ പന്തിൽ മുത്തമിടുമെന്നതും തീർച്ചയാണ്.